നമ്മുടെ നിയമസഭയുടെ നാഥൻ സ്പീക്കറാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ നിയമസഭാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നിയമസഭാ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ ഒരു സംവിധാനമുണ്ട്. നിയമസഭാ സെക്രട്ടേറിയറ്റ് എന്നാണ് അതിനെ പറയുക. ലോക്സഭയിലും രാജ്യസഭയിലും സെക്രട്ടറി ജനറൽമാരാണ്, ഇവിടെ സെക്രട്ടറി. ഈ നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ ജോലി എന്താണ്? കാലാകാലങ്ങളിൽ സമയാസമയങ്ങളിൽ നിയമസഭ നടത്തുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നിയമസഭാ കമ്മിറ്റികൾ, അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ അതൊക്കെ നിർവഹിക്കുക. നിയമസഭ ചേരേണ്ട തീയതി സർക്കാർ നിശ്ചയിച്ചു തരും. അതിന് ഗവർണറുടെ അംഗീകാരവും അനുമതിയും വേണം. തീയതി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് നടത്തുക, ആ ദിവസങ്ങളിൽ ചട്ടപ്രകാരം അത് നടത്തിക്കൊണ്ടു പോവുക എന്നുള്ളതാണ് നമ്മുടെ നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ ജോലി എന്ന് പറയുന്നത്. നമ്മുടെ നിയമസഭയുടെ ഉത്തരവാദിത്തങ്ങൾ എന്താ, അല്ലെങ്കിൽ അതിന്റെ ജോലി എന്താ? പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നിയമനിർമ്മാണം. നിയമങ്ങളില്ലാതെ രാജ്യം ഭരിക്കുക പ്രയാസമാണ്. ചിലപ്പോൾ ചില നിയമങ്ങളിൽ കാലാനുസൃതമായ ഭേദഗതികൾ വേണ്ടിവരും. അപ്പോൾ അത് കൊണ്ടുവരണം. അങ്ങനെ നിയമനിർമ്മാണം, ഒരു ബില്ല് അവതരിപ്പിച്ച് അല്ലെങ്കിൽ ഒരു ഭേദഗതി ബില്ല് അവതരിപ്പിച്ച് നിയമം ഉണ്ടാക്കുക, അതാണ് ഏറ്റവും പരമപ്രധാനമായ കർത്തവ്യം ഒരു നിയമസഭയെ സംബന്ധിച്ചിടത്തോളം. പാർലമെന്റിന്റെ പ്രധാന ജോലിയും അത് തന്നെയാണ്. പിന്നീട് സംസ്ഥാനത്തിന്റെ ബജറ്റ് അവതരിപ്പിച്ച് പാസ്സാക്കണം. ബജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലൊരു വരവ് ചെലവ് കണക്കാ. നമുക്ക് ഇത്ര വരുമാനം കിട്ടും, ഇത്ര ചെലവുണ്ട്, അതിൽ തന്നെ ഇത്ര തുക ഇന്ന ആവശ്യങ്ങൾക്കായിട്ട് നീക്കിവെക്കുന്നു, മറ്റ് ധനാഗമ മാർഗങ്ങൾ കണ്ടെത്തി നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നു, അതിൻ്റെ നിർദ്ദേശങ്ങൾ, ഇതൊക്കെയാണ് ഈ ബജറ്റ് എന്ന് പറയുന്നത്. അത് അവതരിപ്പിച്ച് പാസ്സാക്കണം. നിയമസഭ അംഗീകരിക്കാത്ത ഒരു രൂപ പോലും സർക്കാരിന് ചെലവാക്കാൻ പറ്റത്തില്ല. ഓരോ രൂപയ്ക്കും അതിനെല്ലാം നിയമസഭയുടെ മുൻകൂർ അനുവാദം വേണം. ഇനി ഏതെങ്കിലും ഒരു തുക അത്യാവശ്യ കാര്യത്തിന് ചെലവഴിച്ചാൽ അതിന്റെ കണക്ക് അടുത്ത നിയമസഭയിൽ ഉപധനാഭ്യർത്ഥനയായി കൊണ്ടുവന്ന് സഭയുടെ അംഗീകാരം വാങ്ങണം. ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. മൂന്നാമത്, നമ്മുടെ നിയമസഭാ സാമാജികന്മാർക്ക് സർക്കാരിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാം. അതിനുള്ള ഉത്തരങ്ങൾ ലഭിക്കണം. പലപ്പോഴും സർക്കാർ, അത് ഏത് ഭരണമായാലും, ഒളിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കും ഈ ഉത്തരങ്ങളിലൂടെ പുറത്തു വരിക. അത് നമ്മുടെ ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിലുള്ള മറ്റേതെങ്കിലും മന്ത്രി മന്ദിരങ്ങളിലോ മറ്റെവിടെയെങ്കിലും ഉള്ള ഒരു മന്ത്രിയുടെ വീട്ടിലോ കൊണ്ട് കൊടുത്തിട്ട് പോരുന്ന ഏർപ്പാടല്ല. അത് നിയമസഭ വഴിയാണ് ചോദിക്കേണ്ടത്. അംഗങ്ങൾ നിയമസഭയിൽ ചോദ്യങ്ങൾ എഴുതി നൽകും. അതിന്റെ ഉത്തരങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന്, മന്ത്രിമാരിൽ നിന്ന് ശേഖരിച്ച് നിയമസഭാ അംഗങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു പരമപ്രധാനമായ ജോലിയും നിയമസഭാ സെക്രട്ടേറിയറ്റിൻ്റെതായിട്ടുണ്ട്. ഈ ചോദ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, അതിനെ സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് എന്നാ പറയുക, അത് തിരഞ്ഞെടുത്തിട്ട് മന്ത്രിമാർ നിയമസഭയിൽ അതിന് വാക്കാലും മറുപടി നൽകും, നേരിട്ട് മറുപടി നൽകും. അതിനായി സമ്മേളനം ചേരുന്ന എല്ലാ ദിവസങ്ങളിലും ആദ്യത്തെ 1 മണിക്കൂർ ചോദ്യോത്തര വേള എന്ന പേരിൽ നീക്കിവെച്ചിരിക്കുകയാണ്. ഇതൊക്കെ പതിവിൻപടി കൃത്യമായിട്ട് അഭംഗുരം നടക്കുന്ന കാര്യങ്ങളാകട്ടോ. അതിനൊക്കെ ചട്ടങ്ങളുണ്ട്, വ്യവസ്ഥകളുണ്ട്. ഭരണഘടനയിൽ തന്നെ ഇതിന് വ്യവസ്ഥകൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ 17-ാം തീയതി നടക്കുന്ന നമ്മുടെ കേരള നിയമസഭയുടെ സമ്മേളനത്തില് ഇതിനൊക്കെ താളം തെറ്റുകയാണ്. 17-ാം തീയതി ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗമാണ്. ഒരു വർഷം ആദ്യം ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഗവർണർ വന്ന് പ്രസംഗിക്കണം. പിന്നെ അതിന്മേലൊരു ചർച്ചയൊക്കെ നടക്കും. അത് 17-ാം തീയതി നടക്കുക. അതിനുശേഷം 20-ാം തീയതിയാണ് സാധാരണ നടപടിക്രമങ്ങൾ ആരംഭിക്കുക. പക്ഷേ ഈ 20, 21, 22 തീയതികളിൽ 3 ദിവസം ചോദ്യോത്തരവേള റദ്ദാക്കിയിരിക്കുക. ചോദ്യോത്തരവേള ഇല്ല, അത് വേണ്ട, ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. എന്താ കാരണം? നിയമസഭാ സെക്രട്ടേറിയറ്റ് വേറെ പണിത്തിരക്കിലാണ്. അവര് ഈ പുസ്തകോത്സവം നടത്തുന്ന ഭയങ്കര തിരക്കിലാണ്. അതുകൊണ്ട് അവർക്ക് ചോദ്യങ്ങളുടെ മറുപടി തയ്യാറാക്കി അംഗങ്ങൾക്ക് എത്തിക്കാൻ സമയം കിട്ടുന്നില്ല. പുസ്തകോത്സവം കഴിയാതെ എന്ത് ചോദ്യോത്തരം? ഇത് സംബന്ധിച്ച് നിയമസഭാ സെക്രട്ടേറിയറ്റ് പറയുന്ന വിശദീകരണം ഇതാണ്. അതായത് നിയമസഭയിലെ ഉദ്യോഗസ്ഥന്മാര് നിയമസഭാ പുസ്തകോത്സവം നടത്തുന്ന തിരക്കിലായതുകൊണ്ട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ക്രമീകരിച്ചു നൽകുന്നതിന് സമയം ലഭിക്കാതെ വന്നിരിക്കുന്നത് കൊണ്ട് 3 ദിവസത്തെ ചോദ്യോത്തരം റദ്ദാക്കുന്നു. നിയമസഭയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിയായത്.
ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ളത്. ഈ 13-ാം തീയതിയാണ് ഈ എഡിഷൻ പുസ്തകോത്സവം അവസാനിക്കുന്നത്. അതിനുശേഷം സമയം കിട്ടിയാൽ അല്ലെങ്കിൽ സമയം കിട്ടുമ്പോൾ അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞങ്ങൾ മറുപടികൾ ക്രമീകരിച്ച്, മറുപടികൾ കിട്ടിയിട്ടുണ്ടാവും അതൊക്കെ ക്രമീകരിച്ച് നൽകാം എന്നാണ് നമ്മുടെ നിയമസഭാ സെക്രട്ടേറിയറ്റ് പറയുന്നത്. എത്ര നിസ്സാരമായിട്ടാണ് നിയമസഭയുടെ ഒരു നടപടി, നിയമസഭയുടെ അല്ലെങ്കിൽ നിയമസഭാ സെക്രട്ടറിയുടെ ജോലി അല്ലാത്ത പുസ്തകോത്സവത്തിന്റെ പേരിൽ മാറ്റിവെക്കുന്നത്. അത് നിയമസഭാ അംഗങ്ങളുടെ അവകാശത്തിന്മേലുള്ളൊരു കടന്നുകയറ്റമാണ്. അംഗങ്ങളുടെ മാത്രമല്ല, നമ്മുടെ സാധാരണ ജനങ്ങളുടെ ഒരു അവകാശം കൂടിയാണ്. നമുക്ക് അന്യത ലഭിക്കാൻ ഇടയില്ലാത്ത പല വിവരങ്ങളും ഈ MLA ചോദിക്കുന്ന ചോദ്യങ്ങളിലൂടെയാണ് ലഭിക്കുക. അത് നമ്മുടെ ഒരു അവകാശമാണ്. അതാണ് ഇപ്പൊ ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി ഈ പുസ്തകോത്സവം കൊണ്ടാണ് ചോദ്യോത്തരം മാറ്റിവെക്കുന്നത് എന്നങ്ങ് നമ്മളങ്ങ് വിശ്വസിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ പോഴത്തെ നാട്ടുകാരോട് വിളിച്ചു പറയേണ്ട കാര്യമുണ്ടോ? പുസ്തകോത്സവം നടത്തുന്നത് കൊണ്ട് ഞങ്ങൾ ചോദ്യോത്തരം അങ്ങ് റദ്ദാക്കിയെന്ന് വേറെ എന്തെങ്കിലും ഒരു കൊള്ളാവുന്ന കാര്യം പറഞ്ഞാൽ പോരെ? പറഞ്ഞല്ലോ, ഈ നിയമനിർമ്മാണവും ബജറ്റും പോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ചോദ്യോത്തരം. അത് ഒരു ദിവസം 1 മണിക്കൂർ നേരം മന്ത്രിമാർക്ക് നേരിട്ട് മറുപടി പറയാനുള്ള ഒരു അവസരമുണ്ട്. രാവിലെ 8:30 സഭ തുടങ്ങിയാൽ 9:30 വരെ അതാണ് നടക്കുക. പക്ഷെ ഇവിടെ ഈ 3 ദിവസം അതില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു നിയമസഭ ചേരുമ്പോൾ ആദ്യത്തെ ദിവസങ്ങളിലായിരിക്കും മുഖ്യമന്ത്രി, ധനകാര്യമന്ത്രി പോലെയുള്ള മന്ത്രിമാരുടെ മറുപടി ലഭിക്കുക. ഇതിന്റെ ഒരു പതിവ് സാധാരണ ഓരോ ദിവസം ഓരോ മന്ത്രിമാർക്കായിട്ട് നീക്കിവെക്കുക എന്നുള്ളതാണ്. ആദ്യ ദിവസങ്ങൾ മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കും അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട വകുപ്പുകൾക്കും ആയിരിക്കും. ഇപ്പോൾ ഈ ആദ്യത്തെ 3 ദിവസത്തെ ചോദ്യോത്തരം റദ്ദാക്കുന്നതിലൂടെ പ്രായോഗികമായി സംഭവിക്കുന്നത് മുഖ്യമന്ത്രിയോടും ധനകാര്യമന്ത്രിയോടും മറ്റും ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കാൻ അവസരം കുറയുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ളത് മന്ത്രിമാർക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. സർക്കാരിന് അതിനോട് വലിയ താല്പര്യമില്ല. പറഞ്ഞല്ലോ, പലപ്പോഴും പുറത്തു പറയാൻ അവർ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായിരിക്കും മറുപടിയിലൂടെ വരിക. പണ്ടൊക്കെ ആണെങ്കിൽ അത് ഈ ഉത്തരം ശേഖരിച്ചു വരുന്നു എന്നൊരു മറുപടി പറഞ്ഞ് രക്ഷപ്പെടലായിരുന്നു പതിവ്. ഇപ്പോഴത് അത്ര എളുപ്പമല്ല അങ്ങനെ രക്ഷപ്പെടുന്നത്. കാരണം ഇപ്പോൾ മറുപടി കിട്ടാൻ അല്ലെങ്കിൽ മറുപടി ശേഖരിക്കാൻ പണ്ടത്തെ കാലം എത്രയോ എളുപ്പമാണ്. സാങ്കേതികത വലിയ വളർച്ച വന്നതോടുകൂടി വിവരങ്ങൾ ശേഖരിക്കാൻ അത്ര കാലതാമസമുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് ചില മന്ത്രിമാര് ചില അഹിതകരങ്ങളായ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിന് അല്ലെങ്കിൽ അത് ഒഴിവാക്കി കിട്ടുന്നതിന് വേണ്ടി മറ്റു ചില ഉഡായിപ്പുകൾ എടുക്കും. അതിലൊന്നാണോ ഈ പുസ്തകോത്സവം? അതിന്റെ തിരക്കുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തേക്ക് ഇത് മാറ്റിവെച്ചത് എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യമാണ്. അതാവാനാണ് എല്ലാ സാധ്യതയും. പുസ്തകോത്സവത്തിന്റെ തലയിലോട്ട് വെച്ചാൽ മതിയല്ലോ. ആദ്യത്തെ 3 ദിവസം മന്ത്രിമാർക്ക് ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ. കഴിഞ്ഞ തവണ ഇതുപോലൊരു പ്രശ്നം ഉണ്ടായതാ. അന്ന് ഗവൺമെന്റ് എന്താ ചെയ്തത്? ഈ സ്റ്റാർഡ് ക്വസ്റ്റ്യൻസിൽ വന്ന ചില ചോദ്യങ്ങൾ ഒരു മുഖ്യമന്ത്രിയൊക്കെ മറുപടി പറയേണ്ടതായിരുന്നു. അത് മറുപടി പറയാൻ കുറച്ച് വിഷമമുള്ള ചോദ്യങ്ങളാ. അതൊക്കെ എടുത്ത് അൺസ്റ്റാർഡിലേക്ക് നമുക്ക് തട്ടി. അൺസ്റ്റാർഡ് എന്ന് പറഞ്ഞാല് സഭയിൽ രേഖാമൂലം മാത്രം ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങളാ. അങ്ങനെയാ കഴിഞ്ഞ തവണ രക്ഷപ്പെട്ടത്. ഇത്തവണ നമുക്ക് സ്വാഭാവികമായും വിശ്വസിക്കാവുന്നത് ഈ പുസ്തകോത്സവത്തിന്റെ പേരിൽ ഈ 3 ദിവസത്തെ ചോദ്യോത്തരം റദ്ദാക്കിയത് ചില മന്ത്രിമാരുടെ, ചിലപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ സൗകര്യത്തെ കരുതിയായിരിക്കണം. അവർക്ക് അസൗകര്യമുള്ള ചോദ്യങ്ങൾ മറുപടി പറയുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടിയാവണം എന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയങ്ങളൊന്നുമില്ല. ഇപ്പോ നിയമസഭയിൽ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും അവരുടെ പ്രവർത്തികൾ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് അതത് സഭകളോട്, പാർലമെന്റിനോട്, നിയമസഭകളോട് ഉത്തരം പറയാനുള്ളൊരു ബാധ്യതയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യോത്തരം എന്ന ഒരു സംവിധാനം തന്നെ ഉണ്ടായിരിക്കുന്നത്. ഒരു സഭയ്ക്ക് ആ സർക്കാരിന്റെ മേലുള്ള നിയന്ത്രണം അത് സാധ്യമാകുന്നത് പലപ്പോഴും ചോദ്യങ്ങളിലൂടെ. അതുപോലെ തന്നെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് പ്രയോജനകരമായ ഒരു സംവിധാനമാണ് അല്ലെങ്കിൽ ഒരു വേദിയാണ് ഈ ചോദ്യോത്തര വേള എന്ന് പറയുന്നത്. സർക്കാരിന്റെ തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളും ഒക്കെ പുറത്തു കൊണ്ടുവരുന്നതിന് അല്ലെങ്കിൽ അത് വെളിച്ചത്ത് എത്തിക്കുന്നതിന് പ്രതിപക്ഷത്തിന് കിട്ടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട അവസരം കൂടിയാണ് ചോദ്യോത്തര വേള.
ആ ഒരു അവസരമാണ് ഇപ്പോൾ 3 ദിവസത്തേക്കെങ്കിലും അംഗങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല. നിയമസഭയുടെ പുസ്തകോത്സവത്തിന്റെ പേരിൽ മാറ്റിവെക്കാവുന്ന കാര്യമല്ല. പക്ഷെ അതാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മുടെ നിയമസഭാ പ്രവർത്തനത്തിനൊട്ടും ഭൂഷണമല്ല എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ലോകത്തിലെ പാർലമെന്റുകളുടെ അമ്മ എന്നാണ് ബ്രിട്ടനിലെ കോമൺ സഭയെ പറയുന്നത്. അവിടെ പണ്ട് മുതലേ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. 1783 മെയ് 21 അന്ന് കോമൺ സഭയുടെ സ്പീക്കറായിരുന്ന ചാൾസ് കോൺവാൾ എന്ന ആള് അദ്ദേഹം നടത്തിയ ഒരു റൂളിംഗ് ആണ് ഈ ചോദ്യോത്തര വേള എന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു നടപടിക്രമം നിയമസഭകളുടെയും പാർലമെന്റുകളുടെയും ഒക്കെ ഒരു സ്ഥിരം ഏർപ്പാടായിട്ട് മാറിയത്. അന്ന് കോമൺ സഭാംഗമായിരുന്ന ജോൺ റോൾ എന്ന ആള് പേമാസ്റ്റർ ജനറൽ ആയിരുന്ന എഡ്മണ്ട് ബുർക്കിനോട് ഒരു ചോദ്യം ചോദിച്ചു. ഈ പേമാസ്റ്റർ ജനറൽ എന്ന് പറയുന്ന ഒരു ഉദ്യോഗ പേരാ. അന്ന് കോമൺ സഭ അംഗങ്ങൾക്കൊപ്പം പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും കോമൺ സഭയിൽ അംഗങ്ങളാണ്. അവരാണ് പലപ്പോഴും അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ അന്വേഷണങ്ങൾക്കൊക്കെ മറുപടി പറയുക. ഈ ജോൺ റോൾ എഡ്മണ്ട് ബുർക്കിനോട് ചോദിച്ചത് അദ്ദേഹത്തിന്റെ കീഴിലുള്ള 2 ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതിയെക്കുറിച്ചായിരുന്നു. ആ ചോദ്യം ബുർക്കിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഉദ്യോഗസ്ഥന്മാരാ. അതുകൊണ്ട് അദ്ദേഹം വല്ലാതെ ക്ഷുഭിതനായി ആ ചോദ്യത്തിന് മറുപടി പറയാൻ വിസമ്മതിച്ചു. പക്ഷെ മറുപടി കിട്ടണമെന്ന് ജോൺ റോൾ വാശി പിടിച്ചു. അപ്പോൾ സ്പീക്കർ പറഞ്ഞു, ഈ സഭയിലെ അംഗങ്ങൾക്ക് മന്ത്രിമാരോടോ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോടോ ചോദ്യം ചോദിക്കാനുള്ള അവകാശം ഉണ്ട്. ഈ ഒരു റൂളിങ് അത് വളരെ പ്രധാനപ്പെട്ടതായി മാറി. 2 ആഴ്ചയ്ക്ക് ശേഷം കോൺവാൾ മറ്റൊരു റൂളിംഗ് കൂടി നൽകി. അതിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് ഒന്നുകിൽ ചോദ്യത്തിന് ഉത്തരം പറയണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഉത്തരം പറയുന്നില്ല എന്ന് സഭയ്ക്ക് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു വിശദീകരണം നൽകണം. ഈ 2 റൂളിങ്ങുകളുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് കോമൺ സഭയില് ചോദ്യോത്തര വേള ഒരു സ്ഥിരം സംവിധാനമായത്. പിന്നീട് ഇംഗ്ലണ്ടിന്റെ മാതൃകയിലുള്ള ജനാധിപത്യ ഭരണ സംവിധാനം നിലവിൽ വന്ന സ്ഥലങ്ങളിലൊക്കെ ഇത് സ്വീകരിക്കപ്പെട്ടു. ഈ കോൺവാളിന്റെ റൂളിംഗ് വരുന്നതിന് മുമ്പ് തന്നെ കോമൺ സഭയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു കീഴ്വഴക്കമുണ്ട്. അവിടെ 1783 തന്നെ ഈ കോൺവാളിന്റെ വിഖ്യാതമായ റൂളിംഗ് ഉണ്ടാകുന്നതിന് മുമ്പ് വില്യം പിറ്റ് എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി ഒരു ചോദ്യത്തിന് ലഭിച്ച മറുപടിയുടെ അടിസ്ഥാനത്തിൽ രാജിവെക്കേണ്ടി വന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒന്നാണ് ജനാധിപത്യ സംവിധാനത്തിൽ ഈ ചോദ്യോത്തര വേള എന്ന് പറയുന്നത്. ആ ഒരു നടപടിക്രമമാണ് ഇപ്പോൾ ഈ പുസ്തകോത്സവത്തിന്റെ പേരിൽ റദ്ദു ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ പുസ്തകോത്സവം നടത്തുന്ന ഒന്നും നിയമസഭയുടെയോ നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെയോ ജോലിയല്ല. അതൊക്കെ സർക്കാർ ചെയ്യേണ്ട കാര്യമാണ്. എറണാകുളത്ത് സർക്കാർ ഒരു പുസ്തകോത്സവം നടത്തിയിരുന്നു. അതിപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്തായാലും അത് നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ ജോലിയുടെ പരിധിയിൽ വരുന്ന ഒരു കാര്യമല്ല. ഇവിടെ ഇപ്പൊ 3ാമത്തെ എഡിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ധാരാളം സംവാദങ്ങള്, ചർച്ചകള്, പുസ്തക പ്രകാശനങ്ങള്, പുസ്തക വിൽപ്പനയൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ പുസ്തകങ്ങളുടെ പ്രകാശനത്തിന്റെ ഒരു ചാകര തന്നെ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുസ്തകോത്സവം നടത്തുന്നതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ ജോലി ഇത്തരത്തിലുള്ള ഇവന്റ് മാനേജ്മെന്റ് അല്ല, നിയമസഭ നടത്തിപ്പ. നിയമസഭയിൽ നടക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തലാണ്. പുസ്തകോത്സവത്തിന്റെ പേരില് നിയമസഭാ സമ്മേളനത്തിൽ 3 ദിവസം ചോദ്യോത്തരം റദ്ദാക്കുന്നു എന്ന് പറയുന്ന അത്ര ചെറിയ കാര്യമല്ല. ഈ പുസ്തകോത്സവത്തില് ഒരു MLAക്ക് 3 ലക്ഷം രൂപയുടെ പുസ്തകങ്ങൾ വരെ വാങ്ങാനുള്ള അനുവാദമുണ്ട്. അതിന്റെ പണം നൽകുന്നത് നിയമസഭാ സെക്രട്ടേറിയറ്റാ. വാസ്തവത്തിൽ അതിന് MLAമാർക്ക് പുസ്തകം വാങ്ങുന്നതിന് വേണ്ടി നിയമസഭാ മന്ദിരത്തിൽ പുസ്തകോത്സവം നടത്തേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ ജില്ലകളിലും ലൈബ്രറി കൗൺസിലുകാര് എല്ലാ വർഷവും പുസ്തക ചന്തകള്, പുസ്തക മാർക്കറ്റുകൾ നടത്തുന്നുണ്ട്. അവിടുന്നൊക്കെ വാങ്ങാവുന്നതേ ഉള്ളൂ. ഇനി ഏതെങ്കിലും ഒരു സ്പീക്കർക്ക് പുസ്തകോത്സവം കൂടാതെ ചലച്ചിത്രോത്സവമോ നൃത്തോത്സവമോ കലോത്സവമോ എന്തെങ്കിലുമൊക്കെ നടത്താനുള്ള ചിന്ത പോകരുതേ, അത്തരത്തിലുള്ള ഒരു ആലോചന ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ അത്തരം ഉത്സവങ്ങളുടെ വേദിയായിട്ട് നമ്മുടെ നിയമസഭ മാറുകയാണെങ്കിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം, ബജറ്റ്, നിയമനിർമ്മാണം, ചോദ്യോത്തരം പോലെയുള്ള താരതമ്യേന പ്രാധാന്യം കുറഞ്ഞ നിയമസഭാ നടപടികൾ റദ്ദു ചെയ്യേണ്ടി വന്നേക്കാം.